മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ നാട്ടില് ക്രൈസ്തവനും ഹിന്ദുവും മുസ്ലിമും ഏക സഹോദരങ്ങളെ പോലെ കൈകോർത്ത് നിൽക്കുന്ന ഈ നാട്ടില് വർഗീയതയുടെ വിത്ത് പാകുന്ന സാമൂഹ്യ വിരുദ്ധരുടെ പല പ്രവർത്തനങ്ങളും നാം കണ്ടിട്ടുണ്ട്. അവരെവരെ നമ്മൾ ശബ്ദിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പത്തനംതിട്ടത്തിൽ നെല്ലേപ്പിള്ളിയിലും സ്കൂളിലെ ക്രിസ്മസ് സ്കൂൾ തകർത്തത് അത് സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ, അതുപോലെ പത്തനംതിട്ടയിലെ കരോട് തടസ്സപ്പെടുത്തിയത് സാമൂഹ്യ വിരുദ്ധരാണെങ്കിൽ, നമുക്ക് ഏറ്റവും കഷ്ടം തോന്നുന്നത് ഈ പാലിയൂർ തീർത്ഥ കേന്ദ്രത്തിന്റെ ക്രിസ്മസ് രാവിലെ അശാന്തിയുടെ രാവാക്കി മാറ്റിയ നമ്മളെ ഏറെ ആദരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ ആരാധ്യനായ ആർച്ച് പ്രീസ്റ്റ് ഡേവിസ് കണ്ണമ്പൂർ അച്ഛനെ വരെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ രാത്രി, ക്രിസ്മസ് രാത്രി അച്ഛന്മാർക്കും എല്ലാവർക്കും എന്തൊരു തിരക്കാണെന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. അവർക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അവർക്കും കുടുംബമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്, രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് മാതാപിതാക്കളെ കാണാനായിട്ട് വീട്ടിലേക്ക് ഇന്ന് പോകുന്നത് സമാധാനത്തോടു കൂടി. അച്ഛനൊന്നും പോകാൻ സാധിച്ചില്ല, കാരണം ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോഴ് ഏറ്റവും ആദ്യം അതിന്റെ പ്രതിഷേധം അറിയിച്ചത് ക്രൈസ്തവരെക്കാൾ കൂടുതൽ ഹൈന്ദവരും മുസ്ലിംസുമാണ്. ഇങ്ങനെ ഇവിടെ നടക്കാൻ പാടില്ല, ഇത് അനീതിയാണ്, ഇത് അക്രമം എന്ന് പറയുന്നത് ഇത് അനീതിയാണ്, അത് നീതിയുടെ കാവലാളായിട്ടുള്ള ആളാണ് ഈ അനീതി ചെയ്തത് എന്നുള്ളത് തീർത്തും സങ്കടകരമാണ്.